മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു ഗർഭിണിയായിട്ടുള്ള ഭാര്യയെ പരിചരിക്കുന്നത് പോലെ തന്നെയാണ് കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയെ ദുർഗയുടെയും ഉണ്ണിയുടെയും മുന്നിൽ വെച്ചിട്ട് പരിചരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ദുർഗയ്ക്കും ഉണ്ണിക്കും ദേഷ്യം വരുന്നുണ്ട്. അവരാണെങ്കിൽ പ്രതികരിക്കുന്നു. എന്തായാലും തന്നെ ചതിച്ചിട്ട് പോകുന്ന ഭാര്യയല്ലെന്നും ആർഭാടങ്ങൾക്ക് പിന്നാലെ കരുണയെ പോലെ ഒരിക്കലും പോവില്ല എന്നും ഉണ്ണിയോട് ഞങ്ങളെ ഉപദേശിക്കാതെ എത്രയും പെട്ടെന്ന് പിണങ്ങി പോയിട്ടുള്ള ഭാര്യയെ കൊണ്ടുവരാനൊക്കെ ആയിട്ട് കണ്ണൻ പറയുന്നു. അങ്ങനെ മോഹിനി ആവട്ടെ അത് രാവിലെ തന്നെ റെഡിയാവുകയാണ്. മഹാലക്ഷ്മിക്കുള്ള പലഹാരങ്ങളൊക്കെ പാക്ക് ചെയ്ത് കരുണയോടും മുത്തശ്ശിയോടും പറഞ്ഞിട്ട് അവർ ഇറങ്ങാൻ നേരം കരുണയും മുത്തശ്ശിയും പതിവ് പോലെ തന്നെ ആ ഒരു കുത്തുവാക്കുകൾ അവസാനിപ്പിക്കുന്നില്ല. ഗർഭിണിയായിട്ടുള്ള മകൾക്ക് കൊണ്ടു കൊടുക്കുന്നത് പോലെയാണല്ലോ ഇങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊടുത്തയച്ചല്ലേ ഉള്ളൂ. എന്തായാലും നീ ചെല്ല്. ഞാനിപ്പോൾ ചെല്ലുന്നത് എൻ്റെ മൂത്ത മകൾക്ക് വേണ്ടി മാത്രമല്ല, രണ്ടാമത്തെ മകൾക്കും വേണ്ടിയും കൂടിയാണ്. അവളുടെ ഭർത്താവിനെ കണ്ട് സംസാരിക്കണം. ആരെ കണ്ട്? ഉണ്ണിയെ കണ്ട്. ഇതുകൂടി കേൾക്കുമ്പോൾ കരുണയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും കരുണയോട് മോഹിനി പറയുന്നുണ്ട്, നിൻ്റെ മനസ്സ് ഈ നിൽക്കുന്ന മുത്തശ്ശിയും നിൻ്റെ അച്ഛനും കൂടി ഒന്നും അംഗീകരിക്കാൻ പറ്റാത്ത വിധം ആക്കിയിരിക്കണം. അതുകൊണ്ടേ നിനക്കിപ്പോൾ ഒന്നും തലയ്ക്ക് കയറില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി പോകുന്നുണ്ട്. കമലേശ്വരത്തിലേക്ക് എത്തുമ്പോൾ ദുർഗയാണ് വാതിൽ തുറന്നു കൊടുക്കുന്നത്. ദുർഗയാവട്ടെ ഇതൊക്കെ എന്തിനാ ഇവിടെ കയറ്റി പിടിച്ച് കൊണ്ടുവരുന്നത്? നിങ്ങളുടെ മോൾ എന്താ ഗർഭിണിയാണോ? അവളുടെ വയറ്റിൽ ചലനം സൃഷ്ടിക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ. പാവം കണ്ണൻ ഇതൊന്നും അറിയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയെ കുത്തുവാക്കുകൾ കൊണ്ട് നോവിപ്പിക്കുകയാണ്. മോഹിനി പ്രതികരിക്കുന്നുണ്ട്, എൻ്റെ മകൾ അത്ര തരം താഴ്ന്നവളല്ലെന്നും ആ കണത്തിൽ കൂട്ടണ്ട എന്നും കണ്ണനെ വിട്ട് അവൾ മറ്റൊന്നും ചിന്തിക്കില്ല എന്നൊക്കെ പറയുകയാണ്. ആർക്കറിയാമെന്നൊക്കെ പറഞ്ഞ് മോഹിനി വീണ്ടും കുത്തുവാക്കൾ കൊണ്ട് നിറയ്ക്കുമ്പോൾ അവിടേക്ക് മഹി വരുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അമ്മ അകത്തേക്ക് വാന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഇനി നിങ്ങൾ തമ്മിലുള്ള ചർച്ച നടന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ അകത്തേക്ക് പോകുന്നു. അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട്, ഇവിടേക്ക് വരുമ്പോഴും അമ്മയ്ക്ക് കിട്ടുന്ന സ്വീകരണം ഇങ്ങനത്തേതാണല്ലേ, എന്നോട് ക്ഷമിക്കണം, എൻ്റെ ഗതികേടാണെന്നൊക്കെ കണ്ണൻ പറയുകയാണ്. ഇവർക്ക് എല്ലാവർക്കും എൻ്റെയും മഹിയുടെയും സ്വത്തുക്കൾ ഒട്ടാകെ വിഴുങ്ങണം, എന്നിട്ട് ഞങ്ങളെ കൊല്ലണം. ഞങ്ങളുടെ ശവം ഈ വീട്ടുമുറ്റത്ത് കിടക്കുന്നത് അവർക്ക് കാണണം. അല്ലാതെ ഇവർക്കാർക്കും ഇപ്പോൾ നിലവിൽ യാതൊരു ആഗ്രഹമില്ലെന്ന് അങ്ങനെ പറയുകയാണ്. ഞാൻ വന്നത് ഉണ്ണിയെയും കൂടി കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അവരെന്തായാലും കരുണയെ തിരിച്ചു വിളിക്കാൻ പോകുന്നില്ല. കാരണം അവൾക്ക് ആർഭാടമായിട്ടുള്ള ഒരുപാട് സമ്മാനങ്ങളോടാണ് ഭ്രമം. അതുകൊണ്ട് തന്നെ ഇവനത് ചെയ്യാനും തയ്യാറാവില്ല. എന്തായാലും ആ ആഗ്രഹം വേണ്ട എന്നൊക്കെ ഇങ്ങനെ അമ്മയോട് പറയുകയാണ്. അങ്ങനെ അമ്മയ്ക്കാണെങ്കിൽ തിരിച്ചു പോകാനായിട്ട് പറ്റുന്നില്ല. മോഹിനി വേഗം തന്നെ ഉണ്ണിയെ കാണുന്നുണ്ട്, കാര്യങ്ങൾ സംസാരിക്കുന്നു. എത്രയും പെട്ടെന്ന് മോനും അവളും തമ്മിൽ ഒന്നിക്കണം. അവൾ അവിടെ നിൽക്കും തോറും അവളുടെ മുത്തശ്ശിയും അച്ഛനും ചേർന്ന് അവളുടെ ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മോൻ എങ്ങനെയെങ്കിലും മോളെ ഇങ്ങോട്ട് കൊണ്ടുവരണം, നിങ്ങൾ പണ്ടത്തേതുപോലെ തന്നെ സന്തോഷത്തോടെ ജീവിക്കണമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മൂത്ത മരുമകൻ്റെയും മകളുടെയും ജീവിതം മാത്രം നന്നായി പോയാൽ മതിയല്ലോ, അങ്ങനെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ ഉണ്ണിയെ വിലക്കുകയാണ്. എന്തായാലും ഉണ്ണിയോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മോഹിനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് കമലേശ്വരത്തിൽ നിന്നും കരുണ വീട് വിട്ട് എന്നേക്കുമായിട്ട് ഇറങ്ങിപ്പോയി എന്നുള്ള സത്യം സീമന്തിനി അറിയുന്നുണ്ട്. അവരാണെങ്കിൽ അത് വാമദേവനോട് പറയുന്നു. വാമദേവൻ നീ ഇതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഈയിടയ്ക്ക് ഞാൻ കരുണയുടെ മുത്തശ്ശിയെ വിളിച്ചിരുന്നു, അവരാണ് എന്നോട് സത്യങ്ങളൊക്കെ പറഞ്ഞത്. എന്തായാലും ഉണ്ണിയും കരുണയും തമ്മിൽ ഇനി യോജിച്ച് പോവില്ല എന്നും ഡിവോഴ്സിന് ചാൻസ് ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഇത് കൂടി കേൾക്കുമ്പോൾ വാമദേവനാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. മാത്രമല്ല ഉണ്ണിയുടെ സ്ഥാനം ഇപ്പോൾ കമ്പനിയിൽ വളരെ താഴെത്തട്ടിലാണെന്നും അതിന് പകരമായിട്ട് മഞ്ജുവിനെയാണ് അവൻ പിടിച്ചിരുത്തിയിരിക്കുന്നതും അത് കരുണമോൾ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ കണ്ടില്ലേ, കണ്ണ് തുറന്ന് കാണണം മേഘ, അവനോട് സന്ധി ചെയ്ത് പോകുന്നവർക്ക് എല്ലാവർക്കും സ്ഥാനമുണ്ട്. മര്യാദയ്ക്ക് നീ അവനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് അവനെ പിന്തുണച്ച് പോകുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, അതിനെ ഈ മേഘ വേറെ ജനിക്കണം. ഞാൻ എന്തായാലും അവനുമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പിന് തയ്യാറല്ല, എനിക്ക് അവൻ്റെ സ്വത്തുക്കൾ മുഴുവനും വേണമെന്നിങ്ങനെ മേഘൻ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ വാമദേവൻ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ നീ പാപ്പരായിട്ട് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, ഒരിക്കലും നിന്നെ അവൻ്റെ കമ്പനിയിലേക്ക് തിരിച്ചു വിളിക്കുകയോ അവൻ്റെ സ്വത്തുക്കൾ നേടാൻ നിനക്ക് സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എങ്ങനെ സ്വന്തമാക്കണമെന്ന് എനിക്കറിയാമെന്ന് മേഘനാഥൻ പറയുന്നു.
എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.